Hi students, I am Prashant B. Chandran, Assistant Professor, Automobile Engineering Department, SN80 Adoor. Welcome to my new video. In this video, the portions to be covered are cores, type of cores and applications, sand molding machines, gating system and risering, type of gates. Okay. These are the portions which are covered in this video. This one is cores. Core is used in sand molds in order to obtain the desired internal cavities or the shapes which can not be obtained otherwise, like external projections or negative drafts. Core is also used in the injection molding. അപ്പോൾ നമ്മൾ കോർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഏതെങ്കിലും ഒരു വർക്ക് പീസിനകത്ത് ഒരു ഇൻറ്റേർണലായിട്ടൊരു ക്യാവിറ്റി വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ മോൾഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ക്യാവിറ്റി എവിടെ വേണോ അവിടെ നമ്മൾ ഒരു പ്രൊജക്ഷൻ വെച്ചിട്ട് നമ്മൾ മോൾട്ടർ മെറ്റൽ ഒഴിക്കുമ്പോൾ ആ പ്രൊജക്ഷൻ ഉള്ള സ്ഥലത്ത് മോൾട്ടർ മെറ്റൽ വീഴത്തില്ല. അത് നമുക്ക് അവസാനം ക്യാവിറ്റി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് കോർ എന്ന് പറയുന്നത്. അതായത് when core is placed in a mold, it acts as an obstruction preventing the molten metal to fill the space occupied by the core. It is used for making hollow castings and also to form design features which are difficult to make by simple molding. Okay. Core making, അതായത് core sand is prepared with the specified ingredients and using a core box, the core is made. Sand is rammed manually in the case of small cores. To enhance the strength, reinforcement using metal wires also are provided in specific cases. Core making machines are used for making cores in large quantity. Large quantity ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോർ മേക്കിംഗ് മെഷീൻസിനെ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ടൈപ്പ് ഓഫ് കോഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഹൊറിസോണ്ടൽ കോറാണ്. അപ്പോൾ നമ്മൾ ഈ ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ അതിനകത്തൊരു കോറ്, കോപ്പ്, ഡ്രാഗ്, സാൻഡ്, പാർട്ടിങ് ലൈന്, മോൾഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളെ കോറ് എന്ന് പറയുന്നത് മോൾഡിനകത്ത് ഹൊറിസോണ്ടലായിട്ടാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കോറിന് പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ കോർ. ഓക്കെ, ഈ കോറ് നമ്മളെ മോൾഡിനകത്ത് ഹൊറിസോണ്ടലി ആയിരിക്കും വെച്ചിരിക്കുന്നത്. രണ്ടാമത്തത് വെർട്ടിക്കൽ കോറാണ്. അപ്പോൾ വെർട്ടിക്കൽ കോർ എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് കഴിഞ്ഞാൽ ഈ ഡയഗ്രാം ഫസ്റ്റ് ഡയഗ്രാമാണ് വെർട്ടിക്കൽ കോർ. ഈ വെർട്ടിക്കൽ കോർ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ കോറ് മോൾഡിനകത്ത് വെർട്ടിക്കലി ആയിരിക്കും ഇരിക്കുന്നത്. ആ വെർട്ടിക്കൽ ഷേപ്പ് ഓഫ് ഈ അവസാനം നമ്മുടെ വർക്ക് പീസിനകത്ത് ഈ വെർട്ടിക്കലി ഒരു ഹോള് നമുക്ക് കിട്ടും. അടുത്ത ഹാങ്ങിങ് കോർ, അതായത് ദിസ് ഈസ് സപ്പോർട്ടഡ് അലോങ് ദ പാർട്ടിങ് ലൈൻ ആൻഡ് ഹാങ്സ് വെർട്ടിക്കലി ഇൻ ദ മോൾഡ്. ദ ബോട്ടം പോർഷൻ ഈസ് നോട്ട് യൂഷ്വലി സപ്പോർട്ടഡ്. അതായത് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഹാങ്ങിങ് കോർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാങ്ങി എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുമെന്നാണ് അർത്ഥം. അതേപോലെ തന്നെ ഈ പാർട്ടിങ് ലൈനിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ കോറ് കാണുന്നത്. ഇതിന് ആക്ച്വലി താഴെ, അതായത് അതിൻ്റെ ലോവർ പോർഷനിൽ വേറെ പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ഇല്ല. ഓക്കെ, അടുത്തത് ബാലൻസ്ഡ് കോർ എന്ന് പറയുന്നൊരു ടൈപ്പ് ഓഫ് കോറാണ്. ഹിയർ ഓൺലി വൺ എൻഡ് ഓഫ് ദ കോർ ഈസ് സപ്പോർട്ടഡ് ആൻഡ് ബാലൻസ്. ഇതിൽ കോറിൻ്റെ ഒരു എൻഡ് മാത്രമേ സപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ അല്ലെങ്കിൽ ബാലൻസ് ചെയ്യപ്പെടുന്നുള്ളൂ. ദ ലോങ്ങർ കോർ പ്രിൻറ്റ് ഹെൽപ്സ് ടു കീപ് ദ കോർ ഇൻ പൊസിഷൻ. ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോർ പ്രിൻസ്, അതിൽ കുറച്ച് ലെങ്ത് കൂടുതലുള്ള കോർ പ്രിൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ ലെങ്ത് കൂടുതലുള്ള കോർ പ്രിൻസ് ഈ കോറിനെ കറക്റ്റ് പൊസിഷനിൽ പിടിച്ച് വയ്ക്കും. യൂഷ്വലി പ്ലേസ്ഡ് ഹൊറിസോണ്ടലി വിത്ത് ദ സപ്പോർട്ട് ഓഫ് ചാപ്ലെറ്റ്സ് എന്ന് പറയുന്ന സാധനം വെച്ചാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് വിങ് കോറാണ്. വിങ് കോർ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. ഈ ഡയഗ്രാമിനകത്ത് കാണാം നമുക്ക് വിങ് കോറ്. പാർട്ടിങ് ലൈനിൻ്റെ താഴെ ആയിട്ട് ഒരു സൈഡിലായിരിക്കും കോറ്, ഒരു ചിറക് മാതിരി ഒരു സൈഡിൽ കാണും. അപ്പോൾ ഈ കോറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദിസ് കൈൻഡ് ഓഫ് കോർ ഈസ് യൂസ്ഡ് വെൻ എ ഹോൾ ഈസ് നീഡഡ് ഇൻ കാസ്റ്റിംഗ് എയ്തർ എബവ് ഓർ ബിലോ ദ പാർട്ടിങ് ലൈൻ. പാർട്ടിങ് ലൈനിൻ്റെ മേലിലോ പാർട്ടിങ് ലൈനിൻ്റെ താഴെയോ ആയിട്ടാണ് നമുക്ക് കോർ വേണമെങ്കിൽ നമ്മൾക്ക് ഈ വിങ് കോറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹിയർ ദ സൈഡ് ഓഫ് കോർ പ്രിൻറ്റ് ഈസ് ഗിവൺ സഫിഷ്യൻറ്റ് ടേപ്പർ ഫോർ പ്ലേസിങ് ദ കോർ ഈസിലി. അതായത് കോറിനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി ഇതിന് സഫിഷ്യൻ്റായിട്ട് ടേപ്പർ കൊടുക്കുന്നുണ്ട്. ദിസ് ടൈപ്പ് ഓഫ് കോർ ഈസ് ആൾസോ കോൾഡ് ആസ് ഡ്രോപ്പ് കോർ അല്ലെങ്കിൽ ടെയിൽ കോർ ഓർ സാഡിൽ കോർ എന്ന് ഉള്ള 3 പേരുകളും ഈ ടൈപ്പ് ഓഫ് കോറിനുണ്ട്. ഓക്കെ, അടുത്തത് കിസ് കോറാണ്. ദ കിസ് കോർ ഈസ് കെപ്റ്റ് ഇൻ പൊസിഷൻ ഇൻസൈഡ് മോൾഡ് ക്യാവിറ്റി ഇൻ ദ ഡ്രാഗ്. ഇത് ഡ്രാഗിലായിരിക്കും നമ്മൾ ഈ കിസ് കോർ പൊസിഷനിൽ വയ്ക്കുന്നത്. വെൻ കോപ്പ് ഈസ് പ്ലേസ്ഡ് എബോവ് ഇറ്റ്,
ദ കോർ ഈസ് ഹെൽഡ് ഇൻ പൊസിഷൻ ഡ്യൂ ടു ദ വെയിറ്റ് ഓഫ് ദ കോപ്പ്. അതായത് ഇതിൻ്റെ മേലിൽ നമ്മൾ കോപ്പിനെ വയ്ക്കുമ്പോൾ ഈ കോർ കറക്റ്റ് സ്പേസിങ്ങിൽ തന്നെ ഇരിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ കോപ്പിൻ്റെ വെയിറ്റ് കൊണ്ടാണ്. വെൻ എ നമ്പർ ഓഫ് ഹോൾസ് ആർ പ്രൊവൈഡഡ് ഇൻ ദ കാസ്റ്റിംഗ് എ നമ്പർ ഓഫ് കിസ് കോഴ്സ് ക്യാൻ ബി പ്ലേസ്ഡ് ഷോൺ ഇൻ ഫിഗർ. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു കാസ്റ്റിങ്ങിനകത്ത് നമ്പർ ഓഫ് ഹോൾസ് കൂടുതലായിട്ട് വേണമെങ്കിൽ നമ്പർ ഓഫ് കോറ് കൂടുതലായിട്ട് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് എക്സ്റ്റേണൽ കോർ. എക്സ്റ്റേണൽ കോർ എന്ന് ഇത്രയും നേരം നമ്മൾ പഠിച്ച കോറെല്ലാം നമ്മുടെ ഇതിൻ്റെ അകത്തായിരുന്നു, ഇതിനകത്ത് നമ്മുടെ മോൾഡിന് അകത്തായിരുന്നു കോറ്. ഇപ്പോൾ ഈ ടൈപ്പ് ഏറ്റവും മുകളിൽ ഈ കാണിക്കുന്ന ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോറ് വർക്ക് പീസിൻ്റെ, അതായത് നമ്മുടെ ഈ പറയുന്ന മോൾഡിൻ്റെ വെളിയിലാണ് കോർ വരുന്നത്. അങ്ങനെ വരുന്ന ടൈപ്പ് ഓഫ് കോറിന് പറയുന്ന പേരാണ് എക്സ്റ്റേണൽ കോർ എന്ന് പറയുന്നത്. ഇനി കോറിൻ്റെ ആപ്ലിക്കേഷൻസാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് കോർ ഈസ് ടു പ്രൊവൈഡ് ആക്യുറേറ്റ് ഇൻറ്റേർണൽ ഷേപ്പിംഗ്സ് ഇൻ ദ കാസ്റ്റിംഗ്. ഇതാണ് അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ. അനദർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ടു ഹെൽപ്പ് ഇൻ സിംപ്ലിഫൈയിങ് മോൾഡിങ് ഓഫ് ഡിഫിക്കൽട്ട് ഔട്ടർ ഷേപ്സ്. അതായത് നമ്മൾ ഇത് പറഞ്ഞ ഔട്ടർ ഷേപ്സ് ഡിഫിക്കൽട്ടായിട്ടുള്ളത് നമുക്ക് ഈ പറയുന്ന കോഴ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇൻ സം കേസസ് ഗേറ്റിംഗ് സിസ്റ്റം ഈസ് പ്രൊവൈഡഡ് ത്രൂ കോഴ്സ് ആൻഡ് ക്രിട്ടിക്കൽ ഏരിയസ് ഓഫ് കാസ്റ്റിംഗ്സ് ആർ മെയ്ഡ് ആസ് ആക്യുറേറ്റ്ലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോഴ്സ്. ഓക്കെ, ഈ ചില കേസുകളിൽ നമ്മൾ ഗേറ്റിംഗ് സിസ്റ്റം എല്ലാം കോറിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ക്രിട്ടിക്കൽ ഏരിയാസ് ഓഫ് കാസ്റ്റിംഗ് ആർ ആൾസോ ആക്യുറേറ്റ്ലി മെയ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോഴ്സ്. ഓക്കെ, ഇനി അടുത്തത് സാൻഡ് മോൾഡിങ് മെഷീൻസാണ്. അപ്പോൾ ഈ സാൻഡ് മോൾഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് അതിൽ ഫസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ സാൻഡ് മിക്സേഴ്സ്. അതായത് ഇതിനകത്ത് എന്ന് പറയുന്നത് മോട്ടറൈസ്ഡ് ഡ്രൈവ് വിത്ത് ബ്ലേഡ്സ് ടു മിക്സ് സാൻഡ് ആൻഡ് അതർ സാൻഡും അതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എല്ലാം മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അതിനകത്ത് മോട്ടറൈസ്ഡ് ബ്ലേഡ് കാണും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടി. ഇറ്റ് മേ ഇൻക്ലൂഡ് പ്രൊവിഷൻ ടു ആഡ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് കൺട്രോൾഡ് മിക്സിംഗ് ടൈം സൈക്കിൾസ്. ഓക്കെ, അത് സാൻഡ് മുള്ളേഴ്സ്. സാൻഡ് മുള്ളേഴ്സ് ഹാവ് മോട്ടർ ഡ്രിവൺ റോളേഴ്സ് ഇൻ എ സിലിണ്ടറിക്കൽ വെസൽ to knead the sand and ingredients to develop the required strength. Okay, അടുത്തത് ജോൾട്ടിംഗ് മെഷീൻ. ജോൾട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്ന ഈ ഡയഗ്രാമിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തൊരു പ്ലഞ്ചറുണ്ട്, ഒരു ഗൈഡിങ് സിലിണ്ടറുണ്ട്, ഒരു സ്പ്രിങ് ഉണ്ട്, എയർ ഹോസ് ഉണ്ട്, ടേബിളുണ്ട്. അപ്പോൾ ദ മോൾഡിംഗ് ബോക്സ് ഈസ് ക്ലാംപ്ഡ് ടു ടേബിൾ ഓഫ് ദ മെഷീൻ. ഈ മോൾഡിംഗ് ബോക്സ് നമ്മൾ ഈ ടേബിളിലാണ് ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പാറ്റേൺ യൂഷ്വലി മാച്ച് പ്ലേ പാറ്റേൺ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ ബോക്സ് ആൻഡ് ഫിൽഡ് വിത്ത് മോൾഡിംഗ് സാൻഡ്. ഓക്കെ, now jolting is done by moving the table up and down, allowing free falling. അതായത് എന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഈ പ്ലഞ്ചറിനകത്ത് നമ്മൾ ഇത് എന്താ പറയുക, നമ്മുടെ ഹൈ പ്രഷറിലുള്ള എയറിനെയൊക്കെ കടത്തി വിട്ടിട്ട് ഇതിന് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഇതിന് കൊടുക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഈ ഇതിനകത്തുള്ള സാൻഡ് ഇത് കറക്റ്റ് ഇതിൻ്റെ മേലിൽ അടിയും കറക്റ്റ് അങ്ങ് സെറ്റാവും, റാമിങ് പോലെ നടക്കും. The sand gets compacted by its own weight with the maximum compaction near to pattern. പാറ്റേണിൻ്റെ അടുത്ത് നല്ല ഫിറ്റായിട്ട് നമുക്ക് ഈ സാൻഡ് റാം ചെയ്ത് കിട്ടും. ഓക്കെ, അടുത്തത് സ്ക്യൂസിങ് മെഷീൻ. ഈ സ്ക്യൂസിങ് മെഷീൻ ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദ മോൾഡിംഗ് ബോക്സ് അലോങ് വിത്ത് ദ പാറ്റേൺ ആൻഡ് ദ മോൾഡിംഗ് സാൻഡ് ഈസ് സ്ക്യൂസ്ഡ് ബൈ എ മെറ്റാലിക് സ്ക്യൂസ് ഹെഡ്. ഒരു മെറ്റാലിക് സ്ക്യൂസ് ഹെഡ് ഉണ്ട്, ഒരു വലിയ പിസ്റ്റൻ മാതിരി ഒരു സാധനം. അത് അതിൽ അതിൻ്റെ മേലിൽ നമ്മൾ ഹൈ പ്രഷർ കൊടുത്തിട്ട് ഈ സാൻഡിനെ മോൾഡിൻ്റെ മേലിൽ അത് നമ്മുടെ പാറ്റേണിൻ്റെ മേലിൽ സാൻഡിനെ റാം ചെയ്യും പ്രോപ്പർട്ടി. ഹിയർ മാക്സിമം കോമ്പാക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് അറ്റ് ദ ടോപ്പ് സർഫസ് നിയർ ടു ദ സ്ക്വീസിങ്. ഇവിടെ എന്ന് പറഞ്ഞാൽ സ്ക്വീസിങ് ഹെഡിൻ്റെ അടുത്തായിരിക്കും മാക്സിമം കോമ്പാക്ഷൻ. അത് കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ട് നമുക്ക് സാൻഡ് റാം ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അടുത്തത് ജോൾട്ടിംഗ് മെഷീനാണ്, ജോൾട്ട് സ്ക്വീസിങ് മെഷീൻ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കണ്ട രണ്ടെണ്ണത്തിൻ്റെയും, അതായത് നമ്മൾ ആദ്യം പഠിച്ച ജോൾട്ടിംഗ് മെഷീൻ്റെയും ഇപ്പോൾ പഠിച്ച സ്ക്യൂസിങ് മെഷീൻ്റെയും കോമ്പിനേഷനാണത്. അടുത്ത ന്യൂമാറ്റിക് റാമർ. അതായത് സാൻഡ് ഈസ് ലാർജർ മോൾഡിംഗ് സാൻഡ് ഇൻ ലാർജർ മോൾഡിംഗ് ബോക്സസ് ഈസ് കോമ്പാക്റ്റഡ് ബൈ പോർട്ടബിൾ ന്യൂമാറ്റിക് റാമർ. അതായത് ലാർജറായിട്ടുള്ള മോൾഡിംഗ് ബോക്സിലുള്ള സാൻഡ് നമ്മൾ ഈ പറഞ്ഞ ന്യൂമാറ്റിക് റാമർ വെച്ചിട്ടാണ് റാം ചെയ്യുന്നത്. റാമിംഗ് ഹെഡ് ഓഫ് ദ റാമർ ഗീവ്സ് blows to the sand below it. Okay, the pneumatic rammer is handheld vertically and moved
ഓവർ ടു ദ സാൻഡ് മാസ് ടു ബി കോമ്പാക്റ്റഡ്. അതായത് ഇത് ഈ നമ്മൾ ന്യൂമാറ്റിക് ഹാമർ ഇതിൻ്റെ മുകളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കൊണ്ടുപോയി സാൻഡ് എവിടെയൊക്കെയാണ് വീഴേണ്ടത് അവിടെ വീഴ്ത്തി നല്ല പ്രഷറിൽ ഇതിനകത്തൊരു റൊട്ടേറ്റിംഗ് ബ്ലേഡ് ഇതിനെ നല്ല പ്രഷറിൽ ഫോഴ്സ് ചെയ്ത് റാം ചെയ്ത് അതിൻ്റെ പുറത്ത് ഇടും. ഓക്കെ, ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു ഇത് കിട്ടും നമുക്ക്. അടുത്തത് ഗേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പം നമ്മൾ ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഡയഗ്രാമിനകത്ത് നമുക്ക് സ്പ്രൂ കാണാം, പോറിംഗ് ബേസിൻ കാണാം, അടുത്തത് സ്പ്രൂ ബേസ് ഓർ വെല്ലെന്ന് പറഞ്ഞൊരു പോർഷൻ കാണാം, സ്ക്വിം ബോബ് കാണാം, പിന്നെ അത് കഴിഞ്ഞ് മോൾഡ് ക്യാവിറ്റി കാണാം, കോപ്പ് ഡ്രാഗ് കാണാം, ഇൻഗേറ്റ് കാണാം, റൈസർ കാണാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ പാർട്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് പോറിംഗ് ബേസിൻ. അതായത് ദ മോൾട്ടൺ മെറ്റൽ ഫ്രം ദ ലാഡിൽ ഈസ് പോർഡ് ഇൻ ടു ദ പോറിംഗ് ബേസിൻ. വെൻ ദ dam of the basin is filled, the liquid metal flows down into the sprue. The basin prevents the slag and drops from entering into the sprue. Okay, അതായത് നമ്മൾ പോറിംഗ് ബേസിനകത്താണ് ഒഴിക്കുന്നത്. ഇവിടെ നിന്നാണ് കുറച്ച് സ്പ്രൂ വഴി ഇത് ആ റണ്ണറിലോട്ട് എത്തുന്നത്. ഓക്കെ, ദ സ്പ്രൂ ഫീഡ്സ് മോൾട്ടൺ മെറ്റൽ ഇൻ ദ റണ്ണർ. മോൾട്ടൺ മെറ്റൽ നമ്മളെ പോറിംഗ് ബേസിൽ നിന്ന് സ്പ്രൂ റണ്ണറിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സ്പ്രൂ ആണ്. It is the vertical passage through which molten metal flows down to the sprue base and then to the runner. Usually the sprue is tapered downwards. Okay. அடுத்து sprue base. This is a reservoir for liquid metal at the bottom of the sprue connecting to the runner. It serves to reduce the momentum of the molten metal. Okay. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റണ്ണറുണ്ട്, നമ്മളെ മോൾഡ് ക്യാവിറ്റി ഉണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ഇതിൻ്റെ സാരം എന്ന് പറയുന്നത് നമ്മൾ പോറിൻ ബേസിനകത്ത് ഒഴിക്കുന്ന മോൾട്ടൺ സാൻഡ് കുറേശ്ശെ സ്പ്രൂ വഴി ഈ പറഞ്ഞ റണ്ണർ വഴി ഈ മോൾഡ് ക്യാവിറ്റിക്കകത്ത് എത്തും. എന്നിട്ട് അവിടെ നിന്നുള്ള ഹോട്ട് ഫ്യൂംസ് ഗ്യാസസ് നമ്മൾ ഈ റൈസർ വഴി പുറത്ത് വെളിയിൽ പോകും. ഓക്കെ, ഇതാണ് കാര്യം. പിന്നെ ഇതിനകത്ത് ഒരു സ്കിം ബോബ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഇതിനകത്ത് എന്തെങ്കിലും വരുന്ന വഴിക്ക് എന്തെങ്കിലും എന്താണ് പറയുന്ന ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ, എയർ ബബിൾസ് ഉള്ള സംഭവം ഉണ്ടെങ്കിൽ ഈ സ്കിം ബോബിനകത്ത് വെച്ച് അത് ഇല്ലാതാകപ്പെടും. ഓക്കെ, അപ്പം ഇത് ഗേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ കൺസിഡറേഷൻസ് എന്ന് പറയുന്നത് മെറ്റൽ ഷുഡ് ഫ്ലോ സ്മൂത്ത്ലി ഇൻ ടു ദ മോൾഡ് ക്യാവിറ്റി വിത്തൗട്ട് എനി ഡിസ്റ്റർബൻസസ്. ഓക്കെ, ടർബുലൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. സോ ദാറ്റ് മോൾഡ് എറോഷൻ ഈസ് പ്രിവെൻറ്റഡ്. The unwanted inclusions like dross or slag should not enter into the mold cavity. പിന്നെ metal entering into the mold should flow at a controlled speed. Okay. അടുത്തത് the complete cavity should be filled in minimum time before solidification of course. Okay. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഗേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പം കറക്റ്റ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഗേറ്റ്സ് ആണ്. ഗേറ്റ്സ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ടോപ്പ് ഗേറ്റ്. അത് നെയിം പറയുന്ന കണക്ക് തന്നെ ഈ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ത്രൂ വിച്ച് ദ മോൾട്ടൺ മെറ്റൽ എൻറ്റേഴ്സ് ഇൻ ടു ദ മോൾഡ് ക്യാവിറ്റി. അതാണ് ഗേറ്റ്. അതാ ഈ ഡയഗ്രാമിനകത്ത് കാണാം. അതിന് പോറിംഗ് കപ്പ്, സ്ട്രെയിനർ കോറൊക്കെ കാണിച്ചേക്കുന്നതിനകത്ത് നമ്മുടെ ഈ പറയുന്ന ഗേറ്റ് എന്ന് പറയുന്നത് മോൾഡ് ക്യാവിറ്റിയുടെ ടോപ്പ് സൈഡിലാണെങ്കിൽ അത് ടോപ്പ് ഗേറ്റ്. രണ്ടാമത്തത് ബോട്ടം ഗേറ്റാണ്. ബോട്ടം ഗേറ്റ് നമ്മൾ ഈ കാണുന്ന പോലെ മോൾഡ് ക്യാവിറ്റി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടം സൈഡിൽ നിന്നാണ് ഗേറ്റ് തുടങ്ങി നമ്മളെ മോൾട്ടൺ മെറ്റൽ എൻ്റർ ആവുന്നത്. ഇനി പാർട്ടിംഗ് ഗേറ്റ് എന്ന് പറഞ്ഞത് മൂന്നാമത്തെ ടൈപ്പ് പാർട്ടിംഗ് ഗേറ്റാണ്. പാർട്ടിംഗ് ഗേറ്റ് എന്ന് പറയുന്നത് പാർട്ടിംഗ് ഗേറ്റിനകത്ത് ഈ പാർട്ടിംഗ് ലൈനിലൂടെ ആയിരിക്കും നമ്മുടെ മോൾട്ടൺ മെറ്റൽ വന്ന് എൻ്റർ ആവുന്നത്. ഗേറ്റ് എന്ന് പറയുന്ന സാധനം പാർട്ടിംഗ് ലൈനിലായിരിക്കും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് സ്റ്റെപ്പ് ഗേറ്റ് ആണ്. സ്റ്റെപ്പ് ഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഗേറ്റ് ആയിരിക്കത്തില്ല ഉണ്ടാകുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന 3 ഗേറ്റ്സ് ഉണ്ട്. കുറച്ച് വലിയ എമൗണ്ട് ഓഫ്, അതായത് വലിയ സൈസിലുള്ള നമ്മുടെ കാസ്റ്റിംഗ് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പ് ഗേറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി പ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റം, അൺപ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് നമ്മൾ ഈ മോൾട്ടൺ മെറ്റലിനെ പ്രഷറൈസ് ചെയ്ത് ഇതിനകത്തോട്ട് കയറ്റി വിടുന്നതാണ് പ്രഷറൈസ്ഡ് ഗേറ്റിംഗ് സിസ്റ്റം. അൺപ്രഷറൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി
ഇത് വഴി കയറുന്നത്. ഓക്കെ, അടുത്തത് ഡയറക്ഷണൽ സോൾഡിഫിക്കേഷൻ. അപ്പോൾ ഇതൊരു കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നോർമലി സോൾഡിഫിക്കേഷൻ ഓഫ് മെറ്റൽ ഇൻ ദ മോൾഡ് ക്യാവിറ്റി ബിഗിൻസ് ഫ്രം ദ വാൾസ് ആൻഡ് പ്രോഗ്രസ് ടുവേർഡ്സ് ദ ഇൻറ്റീരിയർ. ഓക്കെ, ഇതാണ് സാധാരണ ഇതിൽ നടക്കുന്നത്. വെൻ ദിസ് ഹാപ്പൻസ് ദ elastic liquid solidify will be surrounded by a shell of solid metal and will lead to shrinkage cavities at this location. ഇത് ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്ത് നടക്കും. വെൻ സോൾഡിഫിക്കേഷൻ സ്റ്റാർട്ട്സ് അറ്റ് ദ തിന്നസ്റ്റ് സെക്ഷൻ ആൻഡ് പ്രൊസീഡ്സ് ടുവേർഡ്സ് ദ തിക്കസ്റ്റ് സെക്ഷൻസ് ഇൻ ദ ഗ്യാസിങ്സ് ഇറ്റ് ഈസ് കാൾഡ് ഡയറക്ഷണൽ സോൾഡിഫിക്കേഷൻ. ഇതിനാണ് ഡയറക്ഷണൽ സോൾഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് വിൽ ലീഡ് ടു ഡിഫക്റ്റ് ഫ്രീ ഗ്യാസിങ്സ്. ഓക്കെ, ഡിഫക്റ്റ് ഇല്ലാത്ത ഗ്യാസിങ്സ് ഉണ്ടാകാൻ വേണ്ടി ഈ ഡയറക്ഷണൽ സോൾഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സഹായിക്കും. പ്രോപ്പർ ഡിസൈൻ ഓഫ് ഗേറ്റിംഗ് സിസ്റ്റം ആൻഡ് പൊസിഷനിങ് ഓഫ് റൈസസ് പ്രൊമോട്ട് ഡയറക്ഷണൽ സോൾഡിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഗേറ്റിംഗ് സിസ്റ്റവും അതിൻ്റെ റൈസറിൻ്റെ പൊസിഷനും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡയറക്ഷണൽ സോൾഡിഫിക്കേഷൻ നടക്കും. ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ പ്രൊവൈഡിങ് ചിൽസ് ഇൻ ദ മോൾസ് ആൻഡ് ബൈ ചേഞ്ചിങ് ദ ഡിസൈൻ ഓഫ് ഗ്യാസിംഗ് പ്രോപ്പർലി. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിനകത്തുള്ളത്. അപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾ റെസ്പോൺസിബിളാണ്. അതായത് വാട്ട് ഈസ് എ കോർ, വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് കോഴ്സ്, വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് കോഴ്സ്, വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് സാൻഡ് മോൾഡിംഗ് മെഷീൻസ് യൂസ്ഡ്, വാട്ട് ഈസ് എ ഗേറ്റിംഗ് സിസ്റ്റം ആൻഡ് വാട്ട് ഈസ് ഡയറക്ഷണൽ സോൾഡിഫിക്കേഷൻ, what are the various types of gates. Okay, these questions you are responsible for to answer these questions after watching this video. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.